ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഐഫോണിൽ മലയാളം യൂസ് ചെയ്യുന്നതിന് പറ്റിയ നല്ല ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് പലവിധ ആവശ്യങ്ങൾക്കെല്ലാം ഐഫോണിൽ മലയാളം യൂസ് ചെയ്യേണ്ടതായി വരാം. അതായത് നിങ്ങൾ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായി മലയാളത്തിൽ ചാറ്റ് ചെയ്യുമ്പോൾ, ഇത്തരത്തിലെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മലയാളം യൂസ് ചെയ്യേണ്ടതായി വരാം. അതിനാൽ തന്നെ എങ്ങനെയാണ് നമുക്ക് ഐഫോണിൽ മലയാളം യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായി നിങ്ങൾക്ക് ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് മംഗ്ലീഷ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ ഈ താഴെ വന്നിരിക്കുന്നതാണ് മംഗ്ലീഷ് കീബോർഡ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടിന്യൂ വിത്ത് ആഡ്സ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ടിന്യൂ വിത്ത് ആഡ്സ് എന്നതിൽ പോകാം. കണ്ടിന്യൂ വിത്ത് പ്രീമിയം എന്നത് പ്രീമിയം എല്ലാം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് യൂസ് ചെയ്യാം. എന്നാൽ നമ്മൾ ഇവിടെ കണ്ടിന്യൂ വിത്ത് ആഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സെറ്റപ്പ് മംഗ്ലീഷ് കീബോർഡ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ഇവിടെ ഓപ്പൺ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ പോയതിനു ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്തതിനു ശേഷം ഇവിടെ കീബോർഡ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മംഗ്ലീഷ് എന്നതിന് നമ്മൾ ഫുൾ ആക്സസ് നൽകണം. അലോ ഫുൾ ആക്സസ് എന്നത് ഇപ്പോൾ ഡിസേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ അലോ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ മംഗ്ലീഷ് കീബോർഡ് നമ്മുടെ ഫോണിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ, ഉദാഹരണമായി നിങ്ങൾ വാട്സപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായി ഒരു ഗ്ലോബ് ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മംഗ്ലീഷ് എന്നത് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മലയാളം കീബോർഡ്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താണ്, സുഖമാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ എന്താണ് എന്ന് നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിനു താഴെയായി നമുക്കതിൻ്റെ മലയാളം വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. എന്താണ്, ഇനി സുഖമാണോ എന്ന് നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിനു താഴെയായി മലയാളത്തിൽ സുഖമാണോ എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇത് സെലക്ട് ചെയ്യുക. ഇത്തരത്തിൽ ഈസിയായി നിങ്ങൾക്ക് മംഗ്ലീഷിലെല്ലാം ടൈപ്പ് ചെയ്ത് അത് മലയാളത്തിലേക്ക് മാറ്റി നിങ്ങളുടെ ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്യാൻ, അതുപോലെ നിങ്ങൾക്ക് മലയാളത്തിൽ തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് കോപ്പി ചെയ്ത് നിങ്ങൾ തംബ്നെയിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ പേസ്റ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്